നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളെല്ലാവരും ഏറെക്കുറെ സന്തുഷ്ടരാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കാലം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCCയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നുകൊണ്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും ഹാപ്പിയിൽക്കിടയിൽ നമുക്ക് ചില കൺഫ്യൂഷൻസ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു, 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ 2 ദിവസത്തിനിടയിലും നമുക്ക് മനസ്സിലാകാത്ത കണക്കിലെ ചില ഒളിച്ചുകളികൾ ബാക്കിയുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കോൺഗ്രസിലെ ഉന്നതനായ നേതാവ് എന്ന് പറയേണ്ടി വരും. കാരണം KPCC അധ്യക്ഷനാണല്ലോ KPCC എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കാര്യമൊന്നുമില്ലെങ്കിൽ തന്നെയും. അപ്പോൾ ആ KPCC അധ്യക്ഷന് എന്തുകൊണ്ടാണ് ഒരു പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കാതെ പോയത്? അതാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. നമ്മൾ ചോദിച്ചത്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും ചോദിച്ചത്, വീട്ടിൽ പച്ചക്കറി മേടിച്ചതിൻ്റെയോ അതല്ല പാല് വാങ്ങിയതിൻ്റെയോ അതല്ല പലചരക്ക് കടക്കാരൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തതിൻ്റെയോ കണക്കുകളായിരുന്നില്ല. മറിച്ച് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ മരണത്തിൽ നിന്നും അവരൂറ്റിയെടുത്ത തുകയുടെ കണക്കാണ് ചോദിച്ചത്. ഒരു മര്യാദ കാണിക്കണമായിരുന്നു, അറ്റ്ലീസ്റ്റ് ആ വയനാടുകാരോടെങ്കിലും. അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു നോട്ടീസിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില കണക്കുകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് പത്രക്കാരുടെ മുന്നിൽ അവരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ അവരുടെ നിന്നുകൊണ്ട് അവതരിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമെന്ന് പറയപ്പെടുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പിരിച്ചത് വെറും 5,38,21,632 രൂപയാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയാൻ ഒരുപക്ഷെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിന് മാത്രമേ കഴിയൂ. ഇവിടെ നമ്മൾ നോക്കുക, പിന്നീട് യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ നൽകിയിട്ടുണ്ടെന്ന് OJ ജനീഷ് അടക്കം അബിൻ വർക്കി അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഇരുന്ന് വാചാടോപം നടത്തുകയും ചെയ്തതാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം 6,43,21,632 രൂപ ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് ആർക്കും യാതൊരു സംശയവുമില്ല. എന്നാൽ സ്ഥലം മേടിച്ച് എത്രയാണ്? 3.24 ഏക്കർ ഭൂമി മേടിച്ചു. അതിന് ആകെ ചെലവായത് 3,68,36,388. അതായത് ആ പ്രദേശങ്ങളിൽ ഈ മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തിന് പൊതുവിലുള്ള വില ഒരു 50,000 രൂപ വരെ ആകും എന്ന് നമുക്ക് കരുതാം, പരമാവധി ആകാൻ സാധ്യതയുള്ളത്. കാരണം അവിടെ ഈ പറയുന്ന പോലെ അത്ര ഭൂമിക്ക് അത്ര വാല്യൂ ഒന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ 3 ഏക്കർ ഭൂമിക്ക് 3.25 ഏക്കർ ഭൂമിക്ക് 33,68,00,000 ചില്ലുവാനും രൂപയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലേക്ക് സെന്റിന്റെ വില കയറിപ്പോയിരിക്കുന്നു. അതും ചില സംശയാസ്പദമായ കണക്കുകളാണ്. ഇനിയും അത് ചെലവായെന്ന് തന്നെ വെച്ചോളൂ. ആ ചെലവായ തുകയിൽ നിന്ന് ബാലൻസ് ഉള്ളത് 2,74,85,244 രൂപയാണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് വീണ്ടും ഒരു ഭൂമി വാങ്ങാൻ വേണ്ടി 2,50,30,272 കോടി രൂപ വീണ്ടും ഭൂമി വാങ്ങാൻ വേണ്ടി 2ാം ഘട്ട ഭൂമി ഇടപാടിനായി ചെലവായി. ബാക്കി വരുന്നത് ഏകദേശം അതും കഴിച്ചിട്ട് ബാക്കി വരുന്നത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 ലക്ഷത്തി ചില്ലുവാനും രൂപ അതിനകത്ത് ബാക്കി വരും. 15,54,972 രൂപ അവിടെ ബാക്കി ഉണ്ടാവണം. ഇതും കൂടാതെ ഈ പറയുന്ന പോലെ ആപ്പിന് വേണ്ടി ചിലവായതെല്ലാം കൂടെ കഴിച്ചിട്ടാണ് ബാക്കി വരുന്നത്. പിന്നീട് ഏകദേശം KPCCയുടെ തനത് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 70 കുറച്ച് പൈസ കൂടി അതിനകത്തേക്ക് 97,51,212 രൂപ കൂടി അതിനകത്തേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 1,62,62,444 രൂപ അതിനകത്ത് ഇപ്പോൾ നിലവിൽ ആ ഫണ്ടിൽ ഉണ്ടാകണം. ഇതും കൂടാതെ ഇനിയും ചിലവാകേണ്ട തുക ഉണ്ട്. അതായത് ഏകദേശം 73 ലക്ഷത്തി ചില്ലുവാനും രൂപ കൂടി ഇനി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് രജിസ്ട്രേഷന് വേണ്ടി മാത്രം വേണ്ടി വരുന്ന തുകയാണ് 73 ലക്ഷത്തി ചില്ലുവാനും രൂപ. 73,90,985 രൂപ കൂടി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ ഇനി KPCCയുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്, ഇതെല്ലാം കൂടി ചേർത്തുണ്ടാകേണ്ടത് 1,86,97,229 രൂപയാണ്
നിലവിൽ ഈ 73 ലക്ഷവും കൂടെ ചേർക്കുമ്പോൾ വരേണ്ടത്. 73 ലക്ഷം കൂടി ഉണ്ടാവണം. അപ്പം ഇനിയും അവിടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീട് വെപ്പ് നടക്കില്ല, വീട് വെക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് കെ സി വേണുഗോപാലും വി ഡി സതീശനും അടക്കമുള്ളവർ പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ, വീട് വെക്കാനുള്ള കാശില്ല. അപ്പോൾ ഈ കണക്ക് മെനങ്ങാന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ കണക്കൊന്നുമല്ല. ഇതിനു മുൻപ് തന്നെ ഈ കണക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ കണക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണക്കുകൾ ഇങ്ങനെ നമ്മളോടല്ല അവതരിപ്പിച്ചു, അപ്പോൾ നേരത്തെയുള്ള കണക്കാണ്. അപ്പോൾ ഈ കണക്ക് എല്ലാം കൂടെ പരിഗണിച്ച് വന്ന സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ നിലവിൽ വീട് വെക്കാൻ പണമില്ല എന്നങ്ങോട്ട് കരുതുക. നിലവിൽ വീട് വെക്കാൻ പൈസ ഇല്ല. കാരണം വീടൊന്നുക്ക് ഒരു 20 ലക്ഷം രൂപ എന്നുള്ള കണക്കിലാണെങ്കിൽ പോലും എത്ര കോടി രൂപ നമുക്ക് വേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. 230 വീടുകളാണ് അവർ പദ്ധതി ഇടുന്നത്. ഏകദേശം 40 കോടിക്ക് മുകളിൽ അവരുടെ കയ്യിൽ ഇനിയും തുകയുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അത്രയും തുക ഞങ്ങളുടെ കയ്യിലില്ല എന്നും, മറിച്ച് ഈ പറയുന്ന 1,13,62,6,244 രൂപയേ ഉള്ളൂ തങ്ങളുടെ കയ്യിൽ എന്നുള്ള കാര്യം KPCCക്ക് അറിയാമായിരുന്നിട്ടും എന്തിനാണ്, നമ്മുടെ ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്നിട്ട് തറക്കല്ലിടിയിൽ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഫെബ്രുവരി മാസം 26-ാം തീയതി എന്തിനാണ് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത്? ഇതിനുള്ള മറുപടി കോൺഗ്രസ്സുകാർ പറഞ്ഞേ പറ്റൂ. അതിൽ നിന്ന് വാട്ട് യു മീൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒളിച്ചോടാനൊന്നും സണ്ണി ജോസഫ് ശ്രമിക്കരുത്, തെറ്റാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തുക മാത്രം 1 കോടി രൂപ മാത്രം കയ്യിലിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തിന് അങ്ങനെ ഒരു നാടകം നടത്തി? ആ നാടകത്തിന് വേണ്ടി ചെലവായത് എത്ര കോടി രൂപയാണ്? അതും പൊതുജനം അറിയേണ്ടതുണ്ട്. പിന്നെ ഇതിൽ 100 ഗുണഭോക്താക്കൾ അല്ലെ 100 പേരാണ് സർക്കാരിൻ്റെ ചെലവിൽ ഞങ്ങൾക്ക് വീട് വേണ്ട, ഞങ്ങൾ 15 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞങ്ങൾ മാറിക്കോളാം എന്ന് പറയുന്നത്. ഈ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുമോ? 100 പേർക്ക് വീട് വെച്ചു കൊടുക്കണമെങ്കിൽ മിനിമം 20 കോടി രൂപയെങ്കിലും KPCCയുടെ കയ്യിൽ ഇനി ഉണ്ടാകേണ്ടതാണ്. പിരിവുകൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു, ഇനി ഞങ്ങൾ പിരിക്കില്ല എന്ന് പറയുന്നു. അപ്പം പിരിക്കാതെയും ഇനി പിരിവ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാതെയും എങ്ങനെ KPCCക്ക് ഈ പറയുന്ന സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി 20 കോടി രൂപയെങ്കിലും ഉയർത്താൻ കഴിയും, അല്ലെ ഫണ്ട് കണ്ടെത്താൻ കഴിയുന്നത് എങ്ങനെ? അപ്പോൾ അവരുടെ കാര്യവും കഷ്ടത്തിലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഭൂമിയിൽ വീട് വയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വയനാടിൽ കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്? എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ അപ്പറഞ്ഞത് ഏറ്റവും വലിയ നുണയായിരുന്നു എന്നല്ലേ? അതായത് ഞങ്ങളുടെ വീട് പണി അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നുണയായിരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ നുണ തന്നെയായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ കണക്കുകളുടെ കള്ളക്കളി. ഇനി ഇത് മാത്രമാണോ? എന്തിനാണ് ആപ്പ് ക്യാൻസൽ ചെയ്തത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആപ്പ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കണ്ടെത്താനും അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്താനും വീട് നിർമ്മിക്കാനും ഒക്കെയായി ഞങ്ങൾക്ക് കുറേയധികം പണം ചിലവായി, അല്ലെങ്കിൽ ആ പണം പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ പിരിഞ്ഞു കിട്ടിയത് കൊണ്ട്, പണം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ആ ആപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് പണം കിട്ടിയിരിക്കുന്നത്? ഇതുകൂടി വ്യക്തമാക്കണം. അപ്പോൾ ആപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയും ഈ ആപ്പിലൂടെ മാത്രമല്ലാതെ വീണ്ടും പണം ധാരാളമായി വന്നിട്ടുണ്ട്. ഈ കാര്യവും പല ഘട്ടങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് തമിഴ്നാട് PCCയും അതോടൊപ്പം KPSTA എന്ന് പറയുന്ന സംഘടനയും ചേർന്നിട്ട് അവർക്ക് ഓരോ കോടി രൂപ വീതം, അതായത് 2 കോടി രൂപ ഇവരിൽ നിന്ന് മാത്രമായി സമാഹരിക്കാൻ KPCCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പല സംഘടനകളും, സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല സംഘടനകളും ഇവർക്ക് ധാരാളമായി സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആപ്പ് വഴി പിരിച്ച കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഒരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ടുവന്ന് പുറത്ത് വിട്ടിരിക്കുന്നത്. അതിനുമപ്പുറം ആപ്പിന് പുറത്ത് നിന്നുകൊണ്ട് പണം പിരിച്ചിട്ടുണ്ട്. ആ പണത്തിൻ്റെ കണക്കുകൾ ആര് എപ്പോൾ എങ്ങനെ പറയും എന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്ന് ആകെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാനേ കഴിയില്ല. അടിമുടി കള്ളങ്ങൾ കൊണ്ട് കുത്തി നിറച്ച ഒരു കള്ളക്കണക്കിൻ്റെ അവതരണം പോലെ മാത്രമേ നമുക്കിത് തോന്നുകയുള്ളൂ.
എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പണം കിട്ടി, ആപ്പ് എന്തിന് ക്ലോസ് ചെയ്തു. നമുക്കറിയാവുന്ന പോലെ നമുക്കൊരു സാധാരണ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടി വന്നാൽ ഒരു 20,000 രൂപ ചിലവാകുമെന്ന് നമുക്ക് കരുതാം. നമുക്ക് അറിയാവുന്നവരുണ്ടല്ലോ, ഒരുപാട് പേര് ആപ്പ് നിർമ്മിക്കുന്നവരുണ്ടല്ലോ. ആ 20,000 രൂപയ്ക്ക് മാത്രം ചിലവാകുന്ന ആപ്പിന് എങ്ങനെയാണ് 9 ലക്ഷത്തിലധികം രൂപ ചിലവാകുന്നത് എന്നുള്ള ഒരു ചോദ്യം അത് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയതാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണെന്നേ. അതായത് കോൺഗ്രസ് പാർട്ടി ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സമൂഹത്തെ ആകെ വഞ്ചിച്ചതിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വയനാടിന് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ആ ഫണ്ട് വെട്ടിച്ച് വകമാറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും ഈ യു ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഏതാനും മാസങ്ങൾ കൊണ്ടാണ് 44 കോടി രൂപ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പിരിച്ചെടുത്തത്. 44 കോടി. എന്നിട്ടും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെറും 5 കോടി 38 ലക്ഷം, പോട്ടെ യൂത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് 6 കോടി 43 ലക്ഷം രൂപ മാത്രമാണോ പിരിച്ചെടുക്കാൻ സാധിച്ചത്? ഇതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഒരു കോമൺ സെൻസ് ഉള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഈ കണക്കിൽ വിശ്വാസം വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അപ്പോൾ ലീഗ് പിരിച്ചത് 44 കോടി, അതേസമയം ഇവർ പിരിച്ചതോ വെറും 6 കോടി 43 ലക്ഷം രൂപ. ഇതാണ് ഇവരുടെ കള്ളക്കണക്കുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ. ഇനി വേറൊരു കാര്യം, കോൺഗ്രസ് ഇനി എന്ത് ചെയ്തു? ഇനി പ്രിയങ്ക ഗാന്ധിക്ക് വേണമെങ്കിൽ 1 കോടി രൂപ ഇതിനകത്തേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. വയനാട് ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ വയനാട്ടിൽ വരണം, രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ വയനാട്ടിലേക്ക് വരണം. എന്നാൽ ഈ രണ്ടുപേരും ഈ ഓരോ കോടി രൂപ വീതം MP ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്നിരിക്കലും ഈ രണ്ടുപേരും വയനാടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ വയനാട്ടിലുള്ളവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണെന്നേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ വയനാട് എന്ന് പറയുന്ന ഒരു അവിടെ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വയനാട്ടിൽ നടന്ന ഒരു വലിയ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുതലാക്കുക, അതായത് ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഉറ്റവരുടെയും വേണ്ടപ്പെട്ടവരുടെയും കണ്ണീരിലും ശവത്തിലും ചവിട്ടി നിന്നുകൊണ്ട് പണം അടിച്ചു മാറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുക. ഇത്രയും നിഷ്ഠൂരമായ ഒരു പകൽക്കൊള്ള നടത്തിയിരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ കണക്കുകൾ മൊത്തത്തിൽ പരിശോധിക്കുന്നത്.